ഈസാല കപ്പ് നംദേ. അവസാനിക്കാത്തൊരു പ്രതീക്ഷ പോലെ ഈ വാചകം ഇനിയില്ല. ഇക്കുറി ഈ ചാൻഡ് വരുമ്പോൾ ആരും ചിരിക്കുകയുമില്ല. രാജാവും പരിവാരങ്ങളും രാജകീയമായി തന്നെ ഒരു സീസൺ തുടങ്ങുകയാണ്. യെസ്, RCB ആദ്യമായി ചാമ്പ്യന്മാരെന്ന പകിട്ടോടെ ഒരു IPL സീസൺ തുടങ്ങുന്നു. പക്ഷേ ഒരു നിരാശ മാത്രം ബാക്കിയുണ്ട്. തോൽവികളിലും വേദനകളിലുമെല്ലാം കൂടെ നിന്ന ചിന്നസ്വാമി സ്റ്റേഡിയത്തിൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പ് ഇനിയും കിട്ടിയിട്ടില്ല. എന്തൊരു സീസണായിരുന്നു പോയ വർഷത്തേത്. കണക്കുകളെല്ലാം വീട്ടിയ കിനാവുകളെല്ലാം പൂത്തുലഞ്ഞ വർഷം. വാങ്കഡയിലും ഈഡൻ ഗാർഡനിലും ചെപ്പോക്കിലുമെല്ലാം കൊടികൾ നാട്ടി. എവേ മത്സരങ്ങളിൽ ഒന്നുപോലും തോൽക്കാതെ റെക്കോർഡിട്ടു. ഒടുവിൽ നിരാശയുടെ കാർമേഘം മൂടി നിന്ന 18 വർഷങ്ങളുടെ കാത്തിരിപ്പെല്ലാം ഒരു പേമാരി പോലെ അഹമ്മദാബാദിൽ പെയ്തൊഴിഞ്ഞു. രാജാവ് അതുവരെയും കിട്ടാത്തൊരു കിരീടം കൂടി ഏറ്റുവാങ്ങി. ഈറനണിഞ്ഞ് മുട്ടുകുത്തി വിജയത്തെ വരവേറ്റ കോഹ്ലിയുടെ ചിത്രം ക്രിക്കറ്റിലെ ഐക്കോണിക് മൊമെന്റുകളിലൊന്നായി മാറി. പോയ വർഷം എവിടെ നിർത്തിയോ അവിടെ നിന്നും തന്നെ തുടങ്ങാൻ തന്നെയാണ് RCB തീരുമാനം. അതേ സംഘത്തിൽ പൂർണ്ണമായും RCB വിശ്വസിക്കുന്നു. വിരാട് കോഹ്ലി, ഫിൽ സോൾട്ട് സഖ്യമാണ് ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുക. പോയ IPLന് ശേഷം ഒരു 2020 മത്സരം പോലും കളിക്കാത്തയാളാണ് വിരാട് കോഹ്ലി. പക്ഷേ ആരാധകർക്ക് അയാളിൽ ആശങ്കയൊട്ടുമില്ല. ഇന്ത്യയുടെ നീലക്കുപ്പായത്തിൽ തൻ്റെ റേഞ്ചിനൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് അയാൾ തെളിയിച്ചതാണ്. കോഹ്ലി ഇക്കുറിയും മുന്നിൽ നിന്നും നയിക്കുമെന്ന് തന്നെ ടീം പ്രതീക്ഷിക്കുന്നു. കൂടെ എത്തുക ഫിൽ സോൾട്ട് തന്നെ. അമ്പയെ പരാജയമായ ലോകകപ്പിന് ശേഷമാണ് സോൾട്ട് വരുന്നത്. എങ്കിലും പവർ പ്ലേയിൽ മികച്ച തുടക്കം തന്നെ സോൾട്ട് തരുമെന്ന് ടീം പ്രതീക്ഷിക്കുന്നു. തൽക്കാലം ഒരു മാറ്റത്തിന് മുതിരാൻ സാധ്യതയൊട്ടുമില്ല. 3-ാം നമ്പറിൽ വെങ്കടേഷ് അയ്യർക്ക് തന്നെയാണ് ചാൻസ്. കോടികൾ വാങ്ങി കൊൽക്കത്തയിൽ നനഞ്ഞ പടക്കമായ വെങ്കടേഷ് പുതിയൊരു റീ എൻട്രിക്ക് ശ്രമിക്കുകയാണ്. മുഷ്താഖ് അലി ട്രോഫിയിലും രഞ്ജിലുമെല്ലാം താളം കണ്ടെടുത്ത വെങ്കിയുടെ മസിൽ പവറിലാണ് ആരാധകർക്ക് പ്രതീക്ഷ. കളി ചിന്നസ്വാമിയിലെങ്കിൽ വെങ്കിയുടെ 6 ഹിറ്റിംഗ് എബിലിറ്റിയിലും ആരാധകർക്ക് പ്രതീക്ഷയുണ്ട്. അടുത്ത എൻട്രി രജത് പട്ടീദാറുടേത്. മിഡിൽ ഓവറുകളിൽ സ്പിന്നർമാരെ അടിച്ചു പറത്തുക എന്നതാകും ഇക്കുറിയും ക്യാപ്റ്റന്റെ റോൾ. രഞ്ജിയിലും ദുലീപ് ട്രോഫിയിലും മുഷ്താഖ് അലി ട്രോഫിയിലുമെല്ലാം മിന്നിത്തിളങ്ങിയ രജത് പട്ടീദാറിൽ ടീമിന് പൂർണ്ണ വിശ്വാസം തന്നെ. ഇടയ്ക്ക് ഇമ്പാക്റ്റ് പ്ലെയറായി ദേവദത്ത് പടിക്കലും എത്തിയേക്കാം. പോയ സീസണിൽ നേരിട്ടത് കുറഞ്ഞ പന്താണെങ്കിലും പടിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നു. പടിക്കൽ കൂടി കത്തിയാൽ RCBയുടെ ടോപ്പ് ഓർഡർ സെറ്റാണ്. മധ്യനിരക്ക് കരുത്തേകാൻ ഇക്കുറി ഒരു വിദേശി കൂടി ടീമിലുണ്ട്. മുംബൈ വാങ്കഡയിൽ ഇന്ത്യയുടെ പ്രതീക്ഷകളെ ഒരു വേള മുൾമുനിൽ നിർത്തിയ ഒരു 22-കാരൻ. യെസ്, ജേക്കബ് ബഥൽ. പോയ സീസണിൽ കാര്യമായ റോൾ ഇല്ലാതിരുന്ന ഈ ബഥൽ ഇക്കുറി RCB കുപ്പായത്തിലൊരു മാസ് എൻട്രി തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനോടൊപ്പം കുണാൽ പാണ്ഡ്യ, ജിതേഷ് ശർമ്മ, ടിം ഡേവിഡ്, റൊമാരിയോ ഷെഫേഡ് എന്നിവരും കൂടി ചേരുമ്പോൾ RCBയുടെ ബാറ്റിംഗ് അതിശക്തമായി മാറുന്നു. ഒന്നിലധികം ഫിനിഷർമാരുള്ളത് ടീമിൻ്റെ കരുത്തും കൂട്ടുന്നു. ഓരോ സ്ലോട്ടിലും അതിനൊത്തവർ തന്നെയാണ് RCBക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആരും ഒറ്റയ്ക്ക് പൊരുതേണ്ട, ആരും വൺമാൻ ഷോ നടത്തണമെന്നുമില്ല. നേരിടുന്ന പന്തുകളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയാൽ മാത്രം മതിയെന്ന് ടീം വിശ്വസിക്കുന്നു. ഇനി ബൗളിങ്ങിലേക്ക് വന്നാലോ? കണ്ണുകളെല്ലാം ജോഷ് ഹേസൽവുഡിലേക്കാണ്. എല്ലാ കാലത്തും RCBയെ പറയിപ്പിച്ചിരുന്ന ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ പുതിയൊരു റേഞ്ചിലേക്ക് ഉയർത്തിയത് അയാളാണ്. ചില സ്പെല്ലുകളിലൂടെ മത്സരം ഒറ്റയ്ക്ക് തിരിച്ചുപിടിച്ച ആസ്ട്രേലിയൻ മെഷീൻ ഗൺ. ഹേസൽവുഡിൻ്റെ വില എന്താണെന്ന് ലോകകപ്പിൽ ഓസ്ട്രേലിയയും അറിഞ്ഞു. ഇന്ത്യയിലേക്ക് പറക്കാനായി മെഡിക്കൽ ടീമിൻ്റെ ക്ലിയറൻസ് കാത്തിരിക്കുകയാണ് ഹേസൽവുഡ്. സീസൺ തുടങ്ങുമ്പോഴേക്കും ഹേസൽവുഡ് വന്നണയുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ. ഹേസൽവുഡിന് ബാക്കപ്പായുള്ളത് ന്യൂസിലാൻഡിൻ്റെ ജേക്കബ് ഡഫി. മറ്റൊരു ഓപ്ഷൻ ലങ്കയുടെ നുവാൻ തുഷാര. ഇന്ത്യൻ പേസർമാരിൽ ഭുവനേശ്വർ കുമാറിൻ്റെ അനുഭവ സമ്പത്തിൽ തന്നെയാണ് പ്രതീക്ഷ. റാസിഖ്ദർ, യാഷ് ദയാൽ എന്നിവരാണ് മറ്റു ഓപ്ഷനുകൾ. റേപ്പ് കേസിൽപ്പെട്ട് യാഷ് ദയാൽ ഏറെക്കാലമായി കളത്തിന് പുറത്താണ്. കളത്തിലിറങ്ങുകയാണെങ്കിൽ റൊമാരിയോ ഷെഫേഡിനും ബൗളിംഗിൽ നിർണായക റോൾ ചെയ്യാനുണ്ടാകും. കൃണാൽ പാണ്ഡ്യ നയിക്കുന്ന സ്പിൻ ഡിപ്പാർട്ട്മെന്റിന് കരുത്തേകാൻ സ്വപ്നിൽ സിംഗ്, വെങ്കടേഷ് അയ്യർ അടക്കമുള്ളവരുമുണ്ട്. ഒറ്റയ്ക്ക് മത്സരം പിടിച്ചെടുക്കാൻ ശേഷിയുള്ള കുണാൽ തന്നെയാണ് RCBയുടെ വജ്രായുധം. എങ്കിലും കൊള്ളാവുന്ന ഒരു ലെഗ് സ്പിന്നറുടെ അഭാവം ടീമിനുണ്ട്. ഹെഡ് കോച്ച് ആൻഡി ഫ്ലവർ, ബാറ്റിംഗ് കോച്ച് DK, ഡയറക്ടർ ഓഫ് ക്രിക്കറ്റർ മോബ് അവാർഡ്, ടീം അനലിസ്റ്റ് ഫ്രെഡി വൈൽഡെ. പോയ വർഷം RCBയെ കപ്പടിപ്പിച്ച 4 സംഘം ഇക്കുറിയും ടീമിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഇനിയുള്ളത് ഉദ്ഘാടന മത്സരത്തിനായുള്ള കാത്തിരിപ്പ്. ഒരു കിരീടം കൂടി നേടി RCB മൈറ്റിയാകുമോ? കാത്തിരിക്കാം.